എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത ചക്കപ്പഴം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കിന്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. നമ്മൾ പഴുത്ത ചക്ക കൊണ്ട് പലതരം റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ടല്ലോ. പഴുത്ത ചക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ സ്നാക്ക് നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ചക്ക കൊണ്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നല്ല പഴുത്ത വരിക്ക ചക്കയുടെ ചുളയെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി ചക്കച്ചുളയൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ജാറിലേക്ക് ഈ ചക്കച്ചുള ഇട്ടെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി മധുരത്തിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ എടുക്കാം. 5 ഏലക്കായ് തൊലി കളഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും കിട്ടും. ഏലക്കായ് എടുക്കുമ്പോൾ തൊലി കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു നുള്ള് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ സ്നാക്കിന് കുറച്ചുകൂടി രുചി കൂടും. ഇനി ചക്ക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ചക്കയുടെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചക്ക അരച്ചത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ നല്ലത് വരിക്ക ചക്കയാണ്. അരച്ചെടുത്ത ചക്ക ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഗോതമ്പ് പൊടിയും ഈ അരച്ചെടുത്ത ചക്കയും കൂടി നല്ലപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കാൻ നമുക്ക് എത്രയാണോ ഗോതമ്പ് പൊടി വേണ്ടത് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തത്. ഇനി കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് പൊടി കുറവാണ്, അതുകൊണ്ട് ഞാൻ 1/2 കപ്പിലും കുറച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ 15 ചക്കച്ചോളയിലേക്ക് ചേർത്ത് കൊടുത്തത് 3/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അത്രയും എടുത്തപ്പോൾ എനിക്ക് കറക്റ്റാണ്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അധികം തിക്കായി പോകാനും പാടില്ല, അധികം ലൂസായി പോകാനും പാടില്ല. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇപ്പം തന്നെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. ഇനി സ്നാക്ക് റെഡിയാക്കി എടുക്കാം. സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ചൂടാകാൻ പാടില്ല, അപ്പോൾ നമ്മുടെ സ്നാക്ക് കരിഞ്ഞു പോകും. മാത്രമല്ല ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല. ഓരോ സ്പൂണ് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് ചൂടായി വന്ന ശേഷം ഒന്ന് തിരിച്ചിട്ടെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉൾഭാഗം വെന്ത് കിട്ടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. 2 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അടുത്തതും ഇതേപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം. ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ചക്കപ്പൊരി അല്ലെങ്കിൽ ചക്ക സ്നാക്ക് ഇതാ ഇവിടെ 2 ഭാഗവും കുക്കായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം. ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടും ഇല്ല. പഴുത്ത ചക്ക കൊണ്ട് തയ്യാറാക്കിയ ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് 12ഓളം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ സ്നാക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. വൈകുന്നേരങ്ങളിൽ ചായക്ക് കടിയായിട്ടൊക്കെ നമുക്ക് ഈ സ്നാക്ക് കഴിക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അത്രയും നല്ല സോഫ്റ്റാണ്.
പഴുത്ത ചക്ക കൊണ്ട് തയ്യാറാക്കിയ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോവരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും. അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. പുതിയ നല്ല റെസിപ്പിയായി കാണുന്നവരെ നന്ദി, നമസ്കാരം.